നിസ്സാര തോൽവിയല്ല, തുറന്നു പറച്ചിലുമായി കെ ശൈലജ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് നിസ്സാര തോൽവിയല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും നേരിട്ടത് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പഠിക്കണം. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്ത് നിന്ന് മാറി. പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹരിക്കാൻ ശ്രമമുണ്ടായില്ല. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലിമാറ്റവും അനിവാര്യമാണ്. ഭാഷാശൈലിയും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണമെന്നും കെ ശൈലജ ആവശ്യപ്പെട്ടു. ചിന്തയിലെ ലേഖനത്തിലാണ് കെ ശൈലജയുടെ തുറന്നു പറച്ചിൽ. ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് മുകളിലേക്ക് ടിപ്പർ മറിഞ്ഞു. 3 പേർക്ക് ദാരുണാന്ത്യം. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന കുട്ടികളുടെ മുകളിലേക്ക് പാഞ്ഞുകയറി. വൻ അപകടം. കുട്ടികൾ വാഹനത്തിനടിയിലാക്കപ്പെട്ടു. കുട്ടികളെ പുറത്തെടുക്കാൻ നാട്ടുകാരും പോലീസും ചേർന്ന് ഊർജിതമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. 3 പേർ മരിച്ചു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ടിപ്പർ ലോറി അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മണ്ണ് കയറ്റി വരികയായിരുന്നു ടിപ്പർ ലോറി. എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത് എന്നതിൽ അവ്യക്തത തുടരുകയാണ്. 10 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയ 50കാരൻ അറസ്റ്റിൽ. ആറാട്ടുപുഴ സ്വദേശി ബിനു ജേക്കബാണ് പിടിയിലായത്. പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. 1 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഗുഡ് ബാഡ് ടച്ചുകളെ കുറിച്ച് അമ്മ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നതിനിടെയാണ് കുട്ടി വെളിപ്പെടുത്തിയത്. ഗൗരവമായ അതിക്രമം ഉണ്ടായെന്ന് മനസ്സിലാക്കിയതോടെ രക്ഷിതാക്കൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അമ്മയ്ക്കും മകനും ഗുരുതരമായി പരിക്കേറ്റു. ഇടുക്കി കരിമ്പാലയിലാണ് സംഭവം. കരിമ്പൻ സ്വദേശിയായ കൊട്ടാരത്തിൽ 37കാരനായ ജസ്റ്റിൻ ജോസ്, അമ്മ ജോളി ജോസ് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. പുതിയ ഗ്യാസ് സിലിണ്ടർ ഘടിപ്പിക്കുന്നതിനിടെ തീ പടർന്നതായാണ് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. മറ്റന്നാൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.